നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനം. ദി എവിഡൻസ് ഈസ് ക്ലിയർ, ഇൻവെസ്റ്റ് ഇൻ പ്രിവെൻഷൻ എന്നതാണ് ഈ വർഷത്തെ ലഹരി വിരുദ്ധ പ്രമേയം. ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. മദ്യവിരുദ്ധ ജനകീയ മുന്നണിയുടെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കലായിരുന്നു പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. ജെ ബാബുരാജ് പ്രതിഷേധ ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ കോടതി പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കുടിയൊഴിപ്പിക്കപ്പെടുന്നവരെ താൽക്കാലികമായി പുനരധിവസിപ്പിക്കാൻ ബുധനാഴ്ച ചേർന്ന ആലപ്പുഴ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ തീരുമാനം. വ്യാപാര മാന്ദ്യം മൂലം അടച്ചുപൂട്ടിയ വ്യാപാര സ്ഥാപന ഉടമകൾക്ക് പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ആലപ്പുഴ ജുവൽ ഹാളിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൊടുവള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സംഘടനയുടെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് നസീർ പുന്നക്കൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഒളിമ്പിക് വാരാഘോഷങ്ങളുടെ ഭാഗമായി കായിക മത്സരങ്ങൾ സംഘടിപ്പിച്ചു. മത്സരങ്ങളുടെ ജില്ലാതല ഉദ്ഘാടനം എച്ച് സലാം എം എൽ എ നിർവഹിച്ചു. മത്സര വിജയികൾക്കുള്ള സമ്മാനദാനവും എച്ച് സലാം എം എൽ എ നൽകി. വാർത്തകൾ വിശദമായി. ഇന്ന് ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനം. ദി എവിഡൻസ് ഈസ് ക്ലിയർ, ഇൻവെസ്റ്റ് ഇൻ പ്രിവെൻഷൻ എന്നതാണ് ഈ വർഷത്തെ ലഹരി വിരുദ്ധ പ്രമേയം. ന്യൂസ് സ്റ്റാർ ന്യൂസ് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട് നോ പറയാം ലഹരിയോട്. ലോകത്താകമാനമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ നേരിട്ടും അല്ലാതെയും ബാധിക്കുന്ന കൊടിയ വിപത്താണ് ലഹരി ഉപയോഗത്തിലൂടെയും അതിൻ്റെ കടത്തിലൂടെയും ഉണ്ടാക്കുന്നത്. ലഹരി ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകാവുന്ന ദൂരവ്യാപക പ്രത്യാഘാതങ്ങളെ സംബന്ധിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനും പൊതുജനങ്ങളെ ലഹരിക്കെതിരായ പ്രവർത്തനങ്ങളിൽ അണിനിരത്തുന്നതിനുമാണ് ഐക്യരാഷ്ട്രസഭ ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ഫലപ്രദമായ ഔഷധ നയങ്ങൾ, ശാസ്ത്രം, ഗവേഷണം, മനുഷ്യാവകാശങ്ങളോടുള്ള പൂർണ്ണമായ ആദരവ്, അനുകമ്പ, മയക്കുമരുന്ന് ഉപയോഗത്തിൻ്റെ സാമൂഹികവും സാമ്പത്തികവും ആരോഗ്യപരവുമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ധാരണ എന്നിവയിലടക്കം വേരൂന്നിയാണ് ഈ വർഷത്തെ ലോക ലഹരി വിരുദ്ധ ദിനാചരണം കൊണ്ടാടുന്നത്. ദി എവിഡൻസ് ഈസ് ക്ലിയർ, ഇൻവെസ്റ്റ് ഇൻ പ്രിവെൻഷൻ അഥവാ തെളിവുകൾ വ്യക്തമാണ്, പ്രതിരോധത്തിൽ നിക്ഷേപിക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പ്രതിരോധത്തിന് തെളിവുകൾ അടിസ്ഥാനമാക്കിയുള്ള സമീപനം സ്വീകരിക്കാൻ സമൂഹത്തോടും നയരൂപീകരണം നടത്തുന്നവരോടും ആഹ്വാനം ചെയ്യുന്നതാണ് പ്രമേയം. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരോട് ആദരവോടെയും സഹാനുഭൂതിയോടെയും പെരുമാറേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അവരെ ചികിത്സിച്ച് സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിനെക്കുറിച്ചും അവബോധം വളർത്തുന്ന ബോധവൽക്കരണ ശ്രമങ്ങളാണ് പ്രമേയത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ലഹരിയെ പ്രതിരോധിക്കാനുള്ള സർക്കാർ ഇതര സംഘടനകൾ, നിയമപാലകർ, മറ്റ് ലഹരിവിരുദ്ധ ഏജൻസികൾ എന്നിവരുടെ ശ്രമങ്ങളെ പിന്തുണയ്ക്കുകയും ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുക, സംവാദങ്ങൾ സംഘടിപ്പിക്കുക, ലഹരിക്കെതിരെ നയരൂപീകരണം നടത്തുക, ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ എല്ലാവരെയും പങ്കാളികളാക്കുക തുടങ്ങിയ ഫലപ്രദമായ മാർഗങ്ങൾ ലഹരിവിരുദ്ധ പോരാട്ടത്തിൽ നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. അത്തരത്തിൽ കാലഘട്ടം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയെ നേരിടാൻ നാം ഒന്നിച്ച് പൊരുതണമെന്ന സന്ദേശവും ഓരോ ലഹരിവിരുദ്ധ ദിനാചരണങ്ങളും നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. കുടിച്ചും കുടിപ്പിച്ചും ചിലർ ജീവിതങ്ങൾ വെള്ളത്തിലാക്കുന്നു. ചിലർ വലിച്ചും വലിപ്പിച്ചും ജീവിതം ഊതിക്കെടുത്തുന്നു. മറ്റു ചിലരാകട്ടെ ഞരമ്പുകളിലൂടെ മരണത്തെ കുത്തിക്കയറ്റുന്നു. സ്വയം നശിക്കുന്ന ഈ പ്രവണതകൾ ഇനിയെങ്കിലും തിരിച്ചറിയുന്നതാകട്ടെ ഇന്നു മുതലുള്ള നമ്മുടെ ലഹരി. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. മദ്യവിരുദ്ധ ജനകീയ മുന്നണിയുടെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കലായിരുന്നു ലഹരി വിരുദ്ധ സംഗമം സംഘടിപ്പിച്ചത്. ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി ആലപ്പുഴ കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. മദ്യവിരുദ്ധ ജനകീയ മുന്നണി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും വ്യാപനം തടയുക, ലഹരി വസ്തുക്കളുടെ ഉപയോഗം കർശനമായി നിരോധിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ ധർണ നടത്തിയത്. ആലപ്പുഴ കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ സംഗമം ജെ ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. മദ്യവിരുദ്ധ ജനകീയ മുന്നണിയുടെ താലൂക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം എ ബിന്ദു മുഖ്യ പ്രഭാഷണം നടത്തി. ഭരണ സംവിധാനത്തിന്റെ തണലിൽ നിന്നുകൊണ്ട് അതിന്റെ എല്ലാ
നേട്ടങ്ങളും അനുഭവിച്ചുകൊണ്ട് മദ്യവും മയക്കുമരുന്നും വ്യാപിപ്പിക്കുന്നതിന് ഈ രാഷ്ട്രീയ നേതാക്കന്മാർ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആർക്കെതിരെ നടപടിയെടുക്കും? നഷ്ടപ്പെടുന്നത് നമ്മൾക്കാണ്. നമ്മൾ ഈ മഴയത്ത് ഒരു വെയിലത്ത് നമ്മൾ പണിയെടുക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ്. നമ്മുടെ ജീവിതം മുഴുവൻ നമ്മൾ ഒഴിഞ്ഞു വെക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ്. ആ കുഞ്ഞുങ്ങളെ ഇത്തരത്തിൽ നരാധവന്മാരാക്കി മാറ്റിക്കൊണ്ട്, ഈ സമൂഹത്തിനും കുടുംബത്തിനും പ്രയോജനമില്ലാത്തവരാക്കി മാറ്റിക്കൊണ്ട്, സ്വന്തം അച്ഛനെയും അമ്മയെയും കൊല്ലുന്നവരാക്കി മാറ്റിക്കൊണ്ട് മാറ്റുന്ന ഈ സാമൂഹ്യ ചുറ്റുപാട്, മദ്യവും മയക്കുമരുന്നും വ്യാപിപ്പിക്കുന്ന ഈ സാമൂഹ്യ ചുറ്റുപാട്, മയക്കുമരുന്നിന് പ്രതിയായി മകനെ കയ്യാമം വെച്ചു കൊണ്ടുപോകുന്നത് കണ്ട് മദ്യവിരുദ്ധ ജനകീയ മുന്നണി സംസ്ഥാന ചെയർമാൻ ബിഷപ്പ് ഡോക്ടർ ജോഷുവ മാർ ഇഗ്നോത്തിയോസിന്റെ ലഹരിവിരുദ്ധ സന്ദേശം പ്രതിഷേധ സംഗമത്തിൽ അവതരിപ്പിച്ചു. മദ്യവിരുദ്ധ ജനകീയ മുന്നണി ജില്ലാ വൈസ് ചെയർമാൻ NR അജയ്കുമാർ പ്രതിഷേധ ധർണയിൽ അധ്യക്ഷത വഹിച്ചു. ഉമ്മച്ചൻ ചക്കുപുരക്കൽ, ജോസി പനക്കൽ പുരക്കൽ, PV സുരേഷ് ബാബു, സെലസ്റ്റി M തൈപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. മജീഷ്യൻ ഉമ്മൻ J മേതാരം മാജിക് ഷോ അവതരിപ്പിച്ചു. താലൂക്ക് സെക്രട്ടറി ഗായത്രി സ്വാമിനാഥൻ സ്വാഗതവും ജില്ലാ കൺവീനർ ലോറൻസ് ധർണയ്ക്ക് നന്ദി പറഞ്ഞു. ജില്ലാ കോടതി പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കുടിയൊഴിപ്പിക്കപ്പെടുന്നവരെ താൽക്കാലികമായി പുനരധിവസിപ്പിക്കാൻ ബുധനാഴ്ച ചേർന്ന നഗരസഭാ കൗൺസിൽ യോഗത്തിൽ തീരുമാനമായി. ജില്ലാ കോടതി പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കുടിയൊഴിപ്പിക്കപ്പെടുന്ന നഗരസഭാ വക ജെട്ടി ഷോപ്പിംഗ് കോംപ്ലക്സിലെ രേഖകൾ ഹാജരാക്കിയ ലൈസൻസികളെ താൽക്കാലികമായി പുനരധിവസിപ്പിക്കാൻ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ തീരുമാനമായി. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച സാഹചര്യത്തിൽ പ്രവൃത്തി വേഗത്തിലാക്കുന്നതിനായാണ് നഗരസഭ അടിയന്തരമായി തീരുമാനം കൈക്കൊണ്ടത്. നഗരസഭാ വക EMS സ്റ്റേഡിയത്തിലെ കടമുറികളിലാണ് ഇവരെ പുനരധിവസിപ്പിക്കുന്നത്. പ്രധാനമന്ത്രി ജൻവികാസ് കാര്യക്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തി CV വാർഡിൽ ആരംഭിക്കുന്ന വുമൺ എംപവർമെന്റ് ആൻഡ് ഫെസിലിറ്റേഷൻ സെന്ററിന് ഭരണാനുമതി ലഭ്യമാക്കാനും തുടർ പരിപാലനം നഗരസഭ ഏറ്റെടുക്കുന്നതിനും കൗൺസിൽ യോഗത്തിൽ അംഗീകാരം നൽകിയിട്ടുണ്ട്. കൂടാതെ ഹോട്ടലുകൾ, ബാറുകൾ, ചിക്കൻ സ്റ്റാളുകൾ, മറ്റ് വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലെ ജൈവമാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിന് താൽപര്യപത്രം ക്ഷണിച്ചതിന് പ്രകാരം മാനദണ്ഡങ്ങൾ പാലിച്ച അമല എക്കോ ക്ലീൻ പ്രൈവറ്റ് ലിമിറ്റഡിന് ഹോട്ടൽ മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനും ചിക്കൻ മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിന് ജന്നത്ത് ഫാമിനും കരാർ വെച്ച് നൽകാനും ബുധനാഴ്ച ചേർന്ന കൗൺസിൽ യോഗത്തിൽ തീരുമാനമായി. നഗരസഭാ അധ്യക്ഷ KK ജയമ്മ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഉപാധ്യക്ഷൻ PSM ഹുസൈൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, കൗൺസിലർമാർ, സെക്രട്ടറി AM മുംതാസ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ മഞ്ജു, മറ്റ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും കൗൺസിൽ യോഗത്തിൽ സംബന്ധിച്ചു. വ്യാപാര മാന്ദ്യം മൂലം അടച്ചുപൂട്ടിയ വ്യാപാര സ്ഥാപന ഉടമകൾക്ക് പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ആലപ്പുഴ ജുവൽ ഹാളിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൊടുവള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് നസീർ പുന്നക്കൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. വ്യാപാരമാന്ദ്യം മൂലം അടച്ചുപൂട്ടിയ വ്യാപാര സ്ഥാപന ഉടമകൾക്ക് പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ആലപ്പുഴ മുല്ലക്കൽ ജുവൽ ഹാളിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേന്ദ്രൻ കൊടുവള്ളി ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് പ്രയാസങ്ങൾ HVD വരുന്നുണ്ട്, GST സംബന്ധമായ വിഷയങ്ങൾ വരുന്നുണ്ട്, മുനിസിപ്പൽ ടാക്സ് വരുന്നുണ്ട്, പോലീസ് റിക്കവറി നമുക്ക് വരുന്നുണ്ട്, ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ പുതിയ കേസുകൾ വരുന്നത് ഞാൻ ഇപ്പം പറഞ്ഞു തരാം. ലീഗൽ മെട്രോളജിന്റെ തന്നെ ഇതിനൊക്കെ പുറത്താണ് ഹരിത നികുതി എന്ന് പറയുന്നത്. ഹരിത നികുതി എന്ന് പറയുന്നത് നമ്മുടെ കടയിൽ ഉത്പാദിക്കപ്പെടുന്ന വസ്തുക്കൾ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി സർക്കാർ കുടുംബശ്രീ മുഖേന ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു വിഭാഗമാണ് ഇരിക്കുന്നത്. ഇവിടുത്തെ പച്ചക്കറി കടക്കാരനും സ്റ്റേഷനറി കടക്കാരനും ബാക്കിയുള്ള പലവ്യഞ്ജന കടക്കാരനും ഒക്കെ ഒരു പക്ഷേ അതിനു മാത്രമുള്ള വേസ്റ്റുകൾ ഉണ്ടായേക്കാം. നമ്മൾ സ്വർണ്ണ കച്ചവടക്കാരെ സംബന്ധിച്ചോളം എന്താണ്, നമ്മളെ എല്ലാവരും പുറത്തേക്ക് അടിച്ചു കളയുമ്പോൾ നമ്മൾ അകത്തേക്കാണ് അടിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപ്പിലാക്കിയ അശാസ്ത്രീയമായ നടപടികളാണ് വ്യാപാര മേഖലയെ പ്രതിസന്ധിയിലാക്കിയതെന്ന് അദ്ദേഹം പറഞ്ഞു. വ്യാപാര ക്ഷേമനിധിയിലേക്ക് പണമടച്ചവർക്ക് കഴിഞ്ഞ 6 മാസമായി പെൻഷൻ പോലും വിതരണം ചെയ്തിട്ടില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് നസീർ പുന്നക്കൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് റോയി പാലത്ര മുഖ്യാതിഥിയായി.
അസോസിയേഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി വർഗീസ് വല്യാക്കൻ, സെക്രട്ടറിമാരായ എബി തോമസ്, കെ നാസർ, വേണു കുപ്പാറ, AHM ഹുസൈൻ, MP ഗുരുദയാൽ, M മുരുകേഷ് ചെങ്ങന്നൂർ, ബാലൻ പുളിമുട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടന സമ്മേളനത്തെ തുടർന്ന് വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ അസോസിയേഷനിലെ അംഗങ്ങളുടെ മക്കളെ അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേന്ദ്രൻ കൊടുവള്ളിയും സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് റോയി പാലത്രയും ചേർന്ന് ആദരിച്ചു. ഒളിമ്പിക് വാരാഘോഷങ്ങളുടെ ഭാഗമായി കായിക മത്സരങ്ങൾ നടത്തി. മത്സരങ്ങളുടെ ജില്ലാതല ഉദ്ഘാടനം H. സലാം MLA നിർവഹിച്ചു. മത്സര വിജയികൾക്കുള്ള സമ്മാനദാനവും MLA നടത്തി. ഒളിമ്പിക് വാരാഘോഷങ്ങളുടെ ഭാഗമായി കായിക മത്സരങ്ങൾ നടത്തി. മത്സരങ്ങളുടെ ജില്ലാതല ഉദ്ഘാടനം അമ്പലപ്പുഴ MLA H. സലാം നിർവഹിച്ചു. ഏറ്റവും മികച്ച നിലയിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ നിശ്ചയമായിട്ടും കഴിയുന്നുണ്ട്. അതിൽ ഹോക്കി അസോസിയേഷൻ ഏറ്റവും ശക്തമായിട്ട് നമ്മുടെ ജില്ലയിൽ പോയിരിക്കുക. അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ. ഒളിമ്പിക് അസോസിയേഷൻ സെക്രട്ടറി CT സോജി ചടങ്ങിൽ അധ്യക്ഷനായി. ഹോക്കി അസോസിയേഷൻ സെക്രട്ടറി വർഗീസ്, ഭാരവാഹികളായ സുനിൽ ജോർജ്, ഹീരാലാൽ, സന്ദീപ്, മുഹമ്മദ് ബിലാൽ, ലോയിഡ് ആൻഡ്രൂസ്, നീതു തുടങ്ങിയവർ ഉദ്ഘാടന സമ്മേളനത്തിൽ സംബന്ധിച്ചു. ജില്ലാതല ഹോക്കി മത്സരത്തിൽ 16 പുരുഷ വനിതാ ടീമുകളാണ് പങ്കെടുത്തത്. വിജയികൾക്ക് H. സലാം MLA സമ്മാനങ്ങളും വിതരണം ചെയ്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനം. ദി എവിഡൻസ് ഈസ് ക്ലിയർ, ഇൻവെസ്റ്റ് ഇൻ പ്രിവെൻഷൻ എന്നതാണ് ഈ വർഷത്തെ ലഹരി വിരുദ്ധ പ്രമേയം. ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. മദ്യവിരുദ്ധ ജനകീയ മുന്നണിയുടെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കലായിരുന്നു പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. ജെ ബാബുരാജ് പ്രതിഷേധ ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ കോടതി പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കുടിയൊഴിപ്പിക്കപ്പെടുന്നവരെ താൽക്കാലികമായി പുനരധിവസിപ്പിക്കാൻ ബുധനാഴ്ച ചേർന്ന ആലപ്പുഴ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ തീരുമാനം. വ്യാപാര മാന്ദ്യം മൂലം അടച്ചുപൂട്ടിയ വ്യാപാര സ്ഥാപന ഉടമകൾക്ക് പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ആലപ്പുഴ ജുവൽ ഹാളിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൊടുവള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സംഘടനയുടെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് നസീർ പുന്നക്കൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഒളിമ്പിക് വാരാഘോഷങ്ങളുടെ ഭാഗമായി കായിക മത്സരങ്ങൾ സംഘടിപ്പിച്ചു. മത്സരങ്ങളുടെ ജില്ലാതല ഉദ്ഘാടനം H. സലാം MLA നിർവഹിച്ചു. മത്സര വിജയികൾക്കുള്ള സമ്മാനദാനവും H. സലാം MLA നൽകി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.